ഇന്ന് 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 1 ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റു, മെഡിറ്റേറ്റ് ചെയ്തു, കുറച്ച് നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുറത്തേക്ക് വന്നു, ജേണൽ ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് ചെയ്തത്. കുറേ നാളിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങൾക്കൊക്കെ താങ്ക് യു പറയുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ വെറുതെ പുറത്ത് നോക്കിയിരുന്നു. ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും എനിക്ക് ഫീൽ ചെയ്തു. ചെടികളെ നോക്കി, കിളികളുടെ ശബ്ദം കേട്ടു, മഴയുടെ ശബ്ദം ശ്രദ്ധിച്ചിരുന്നു, പുഴയുടെ ശബ്ദം ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാൻ മറന്നു പോകാറുണ്ട്. എപ്പോഴും ഈ ഫോണിലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലായിരിക്കും. നമ്മുടെ സെൽഫുമായിട്ടും ഈ നേച്ചറൊക്കെ ആയിട്ടും നമ്മൾ ഭയങ്കര ഡിസ്കണക്റ്റ് ആണ്. അതുതന്നെയാണ് നമുക്ക് ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാനും കാരണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഞാൻ വളരെ സമാധാനത്തോടെ കുറേ നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു, ജേണൽ ചെയ്തു, നന്നായിട്ട് പ്രാർത്ഥിച്ചു. നല്ലൊരു മോർണിംഗ് ആയിരുന്നു ഇന്ന് എനിക്ക്. ഞാൻ എൻ്റെ ഡ്രീംസും കാര്യങ്ങളൊക്കെ എഴുതി ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എനിക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കണം, കുറച്ചും കൂടെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് എന്നെ കുറച്ചും കൂടെ മനസ്സിലാക്കി ഞാനുമായി കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സ്ലോ ആയിട്ടുള്ള മോർണിംഗ്സ്, നമ്മുടെ സെൽഫായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ബെറ്റർ ആക്കും. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സെൽഫ് ടോക്കിൽ മാറ്റം വരുത്തുക. നമ്മളെക്കുറിച്ച് നമ്മളോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ വർഷം ടോണി റോബിൻസിൻ്റെ ഒരു സബ്മിറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഇന്നു മുതൽ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഞാൻ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറി വളരെ നെഗറ്റീവായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് എൻ്റെ ഒരു സെൽഫ് കോൺസെപ്റ്റ് തന്നെ വളരെയധികം ഒരു പാവം പിടിച്ചൊരു കൊച്ച്, ഒരു കഴിവും ഇല്ല, ഭയങ്കര പേടിയാണ്, എല്ലാത്തിനും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ, അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു. ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും സ്ട്രഗിൾ ചെയ്യുന്ന വളരെ അൺലക്കി ആയിട്ടുള്ള ഒരു പേഴ്സൺ, അങ്ങനെയാണ് എൻ്റെ സബ് കോൺഷ്യസിൽ ഞാൻ കൊടുത്തോണ്ടിരുന്നത്. ഡെയിലി എൻ്റെ ഇമോഷൻസും ഇതേ ഇമോഷനാണ് ഞാൻ ഫീൽ ചെയ്തത്, ഇതേ തോട്ട്സ് തന്നെയായിരുന്നു എനിക്ക്. സോ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്നോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇനി മുതൽ രാവിലെയും രാത്രിയും വൈകുന്നേരമൊക്കെ എനിക്കൊരു ബുക്കുണ്ട്. അതിനകത്ത് ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് എന്താണോ ആയിത്തീരേണ്ടത് അത് പ്രസൻറ്റ് ടെൻസിൽ ഞാൻ ഓൾറെഡി ആയതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. സോ നമുക്ക് നോക്കാം എന്ത് മാറ്റമാണ് വരുന്നതെന്ന്. ഞാനിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം. ഞാനിത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതാണ്. പിന്നെ അലാം ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഒരു 6-7 അലാം സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോ പ്രാവശ്യം അലാം അടിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്യാം, നമ്മൾ എങ്ങനത്തെ പേഴ്സണാണ്, നമ്മളോട് തന്നെ അഫർമേഷൻസ്, നല്ല കാര്യങ്ങൾ പറയുക. ഞാൻ കുറച്ച് ഓവർ വെയ്റ്റ് ആണ്. എൻ്റെ വെയ്റ്റ് ഇപ്പോൾ 73 kg ആണ്. എനിക്കൊരു 20 കിലോയോളം കുറയ്ക്കണം, എന്നാൽ മാത്രമാണ് എൻ്റെ ഐഡിയൽ വെയ്റ്റിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റ് ഇങ്ങനെയാണ് ഞാനുള്ളത്. സോ ഇതിനകത്തുനിന്ന് ഞാൻ മാറും. ഇതെൻ്റെ ഡേ 1 ആണ്. ഞാൻ എന്താണെങ്കിലും ഇനി എൻ്റെ ഹാബിറ്റ്സിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും. പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ചേഞ്ചസ് കൊണ്ടുവരും. എന്താണെങ്കിലും എനിക്ക് ഇന്ന് കുറച്ച് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് റെസിസ്റ്റൻസ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഞാൻ എന്തിനാ അപ്പോൾ ഇത് ചെയ്യുന്നത്, ഡിലീറ്റ് ആക്കിയാലോ, വേണ്ട, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല. ഈ പ്രാവശ്യം ബ്രെയിനെ നമ്മൾ പറ്റിക്കും. ഇത്ര കാലം ബ്രെയിൻ പറയുന്നത് കേട്ടു, ഇനിമല്ല ഞാൻ പറയുന്ന ബ്രെയിൻ കേൾക്കട്ടെ. സോ ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 180 ഡേയ്സ് കഴിഞ്ഞ് കാണാം. ഇപ്പോഴത്തെ അലീഷ് ഇങ്ങനെയാണുള്ളത്. സോ നമുക്ക് നോക്കാം. സോ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ നേരത്തെ എണീറ്റു, മെഡിറ്റേറ്റ് ചെയ്തു, വീഡിയോ എഡിറ്റ് ചെയ്തു, ജേണൽ ചെയ്തു, പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ച് നടന്നു. ഇന്ന് കുറച്ച് ആക്റ്റീവായിട്ടിരുന്നു. ഇപ്പോൾ കുളിച്ച് ഫ്രഷായി റൂമൊക്കെ ക്ലീൻ ചെയ്ത് എനിക്ക് നല്ലൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാനിനി ജേണൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ കിടക്കാൻ പോകും. ഇന്നത്തെ ഒരു ഡേ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി നാളെ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഒരു 70% എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഐ എം ഫീലിംഗ് സോ ബ്ലെസ്ഡ് ആൻഡ് ഐ എം ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ലൈഫ്. എനിക്ക് ഇത്ര കാലം എൻ്റെ ലൈഫിൽ ഒരു മൂമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനിങ്ങനെ
പതുക്കെ ആക്ഷൻ എടുത്ത് തുടങ്ങിയപ്പോൾ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്തപ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഇത്ര കാലം ഒരു 4-5 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ ഞാനൊരു സ്റ്റക്കായ പോലൊരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഒരു 4-5 വർഷമായിട്ട് എനിക്ക് ഭയങ്കര സ്റ്റക്കായ പോലെ ലൈഫിൽ. ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എല്ലാം ഞാൻ പുറത്തായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് എടുത്തിട്ടില്ല. ഞാൻ കുറേ കാര്യങ്ങൾ കൺസ്യൂം ചെയ്തു, കുറേ കോണ്ടന്റ് വാച്ച് ചെയ്തു, കുറേ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ മാത്രമേ ഹെൽപ്പ് ചെയ്തുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചു ഞാൻ ചില കോഴ്സുകൾ ചെയ്താൽ എൻ്റെ ലൈഫ് അങ്ങ് മാറും, അല്ലെങ്കിൽ ഞാൻ ചില തെറാപ്പികൾ എടുത്ത് എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറുന്ന വിചാരിച്ച്. പക്ഷെ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അതൊക്കെ ഒരു ഗൈഡ് പോലെ, ഒരു വഴികാട്ടി പോലെയായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാനാണ് സ്റ്റക്കായിട്ട് നിന്നത്. ഞാനൊരു ഫ്ലോ സ്റ്റേറ്റിലായിരുന്നില്ല ഇത്രയും നാൾ. ഞാനിങ്ങനെ ഭയങ്കരമായ പേടിയിലും കുറേ ഇൻസെക്യൂരിറ്റിയിലും അവിടെ ഇരുന്ന് ആക്ഷൻ ഇല്ലാതെ, ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ സ്റ്റക്കായി. ഒരുപാട് പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നു. എന്നാൽ അത് സോൾവ് ചെയ്യാതെ അതിൽ തന്നെ നിന്നിട്ട് വീണ്ടും വീണ്ടും അത് ആലോചിച്ച് ഒരുപാട് ഇമോഷണൽ ബേർഡൻ എടുത്ത് ഡിപ്രസ്ഡ് ആയിപ്പോയി. പക്ഷെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നു, ജസ്റ്റ് എനിക്ക് വേണ്ടിയിരുന്നത് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ, മനസ്സിൽ ചെയ്യണമെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾ ഇതിനു മുന്നേ എനിക്ക് ചെയ്യായിരുന്നു. അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടാവില്ലേ, പക്ഷേ ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് അറിയില്ല, എനിക്ക് പറ്റുമോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ആവാം. വീഡിയോ ചെയ്യണമെന്നായിരിക്കാം, ബിസിനസ് ചെയ്യണമെന്നായിരിക്കാം, നിങ്ങളുടെ ഹെൽത്തിൽ വർക്ക് ചെയ്യണമെന്നായിരിക്കാം, ഫൈനാൻഷ്യലി ഒരു ബെറ്റർ ആക്കണമെന്നായിരിക്കാം, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരിക്കാം, പലതായിരിക്കാം. പക്ഷെ അതിന് നിങ്ങൾക്കൊരു പെർമിഷൻ കൊടുക്കുക. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കാതിരിക്കുക. നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ കിടന്ന് കറങ്ങാതെ സൊല്യൂഷൻ നോക്കുക. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു, പ്രോബ്ലത്തിൽ തന്നെ നിന്ന് വീണ്ടും വീണ്ടും അതിനെക്കാട്ടിയും പ്രോബ്ലം കണ്ടുപിടിച്ച് വിഷമിച്ചിരിക്കുക എന്നുള്ളത്. പക്ഷേ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ സുഖമാണ്. സോ ഇന്നെനിക്ക് മനസ്സിനൊരു സംതൃപ്തി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തു ഇന്നത്തെ ദിവസം. സോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും റിസൾട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്ന പോലെ നീ നിന്റെ കർമ്മം ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, റിസൾട്ട് ഒന്നും നോക്കണ്ട. നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു, ബാക്കി റിസൾട്ടൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളത്. സോ ഇതെനിക്ക് ഷെയർ ചെയ്യണം തോന്നി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉള്ളത് വെച്ച് നിങ്ങൾ തുടങ്ങുക. നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പെർഫെക്റ്റ് മൊമെൻ്റ് നോക്കിയിരുന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ സ്റ്റക്കായി പോകും. അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക. എനിക്കിപ്പോൾ വീഡിയോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്യാൻ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്ന് ആലോചിക്കുമ്പോൾ ഇത് എൻ്റെ ജേർണിയാണ്, ഞാൻ ആരെയും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കറിയുന്ന പോലെ ഇത് ഡോക്യുമെൻ്റ് ചെയ്തിടുന്നു. ഓരോ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അത് ഇമ്പ്രൂവ് ആവും. അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ തന്നെ ഒരു ഫിയർ ആയിരുന്നു, എന്നെ ആൾക്കാർ കളിയാക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ. അത് തന്നെ ഞാൻ അങ്ങ് ബ്രേക്ക് ചെയ്ത് ആരെന്ത് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒറ്റൊരു ലൈഫാണ്, നമ്മളത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. നമുക്കൊക്കെ വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ, നമ്മളൊക്കെ മരിച്ചു പോകണം എന്താണെങ്കിലും. അതുകൊണ്ട് ഇത്ര കാലം നമ്മൾ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ നമ്മൾ വേർത്തിയാണ്, ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിച്ചിട്ടുണ്ടാവും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എല്ലാവരെയും ഫോളോ ചെയ്ത് ജീവിച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോൺഷ്യസ് ആയിട്ട് അറിഞ്ഞ്, നമ്മളെന്താ ഓരോ നിമിഷവും അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുറേ നേരം പുറത്ത് വെറുതെ ഫോണൊന്നും ഇല്ലാതെ വെറുതെ പോയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ
കിളികൾ പറന്നു പോകുന്നത്, കിളികളുടെ ഒച്ച, പുഴയുടെ ശബ്ദം, ഈ വെള്ളം, മഴ പെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ശബ്ദമല്ലേ, മഴ പെയ്യുന്ന ശബ്ദം, പുഴയുടെ ശബ്ദം, കിളിയുടെ ശബ്ദം. പിന്നെ ഞാൻ ഈ ചെടികളൊക്കെ നോക്കി അതിലിങ്ങനെ ആസ്വദിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി എത്ര നാളെ ഞാൻ ഇങ്ങനെ ഇരുന്നത്. എപ്പോൾ നോക്കിയാലും രാവിലെ എണീറ്റാൽ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് കട്ടിലേന്ന് നിന്ന് എണീക്കുമ്പോൾ മുതൽ ഫോണാണ്, ഫുഡ് കഴിക്കുമ്പോൾ ഫോണാണ്, ഒരാളുടെ മുഖത്ത് നോക്കില്ല. അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഫോണൊന്നും ഇല്ലാതെയാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഫോണൊന്നും ഇല്ലാതെ കുറേ നേരം പുറത്തിരുന്നപ്പോൾ എന്തൊരു സമാധാനമായിരുന്നെന്നറിയോ. എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. സോ നിങ്ങളൊന്ന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ലൈഫ് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആകും. ഇന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്. സോ എനിക്കത് ഷെയർ ചെയ്യണം തോന്നി. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലൈഫ്. ഐ എം സോ ബ്ലെസ്ഡ്. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് താങ്ക് യു പറഞ്ഞു. ഒരുപാട് കാലമായി ഞാൻ താങ്ക് യു പറഞ്ഞിട്ട്. ഞാൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു യൂണിവേഴ്സിനോട്, ദൈവത്തോട്, എല്ലാത്തിനോടും ഒരു ദേഷ്യമായിരുന്നു എനിക്ക് കുറേ നാൾ വരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് മാത്രം എന്തൊരു കഷ്ടമാണ്, എല്ലാ ഏരിയയിലും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു, എന്തൊരു അൺലക്കിയാണ്, ആരുമില്ല ഗൈഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇൻഡിപെൻഡൻ്റായി, സ്ട്രോങ് ആയി, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫ് വേണം, എനിക്ക് നല്ല എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ആൾക്കാരിലേക്ക് ഇറങ്ങണം, ആൾക്കാരുടെ ലൈഫ് ഹീൽ ചെയ്യാൻ, അവർക്ക് ലൈഫ് ബെറ്റർ ആക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ ആ ഒരു പേഴ്സൺ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് റെഡി ആവണ്ടേ. ഞാനേ കുറേ പേടിയിൽ ഇതിൽ നിൽക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ആ വർക്കൊക്കെ ചെയ്യുക? അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ചോദിച്ചത് എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആവണം, എനിക്ക് എൻ്റെതായ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കണം, എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരണം, ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരുടെ സെൽഫായിട്ട് കണക്ട് ചെയ്യാനും കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കാനൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യണം, ഒരു നല്ല സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനനുസരിച്ച് എൻ്റെ ലൈഫിൽ എനിക്ക് പണികളേ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എനിക്ക് ഇൻസെക്യൂരിറ്റീസ്, പേടികൾ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഫുൾ സെൽഫ് ഡൗട്ട്, പേടി, വിഷമം, പിന്നെ എല്ലാത്തിലും ഒരു ഒറ്റപ്പെടൽ, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു വന്നേ. ഞാൻ ചോദിച്ചതാണ് കിട്ടിയത്. എനിക്കൊരു പ്രിപ്പറേഷൻ പീരീഡ് പോലെയാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഇതെല്ലാം കടന്നു വന്നാലല്ലേ എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റും. ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി പാകപ്പെട്ട ഒരു മനുഷ്യനാവണ്ടേ ഞാൻ ആദ്യം. സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലാണ് ദൈവം ഉള്ളത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ചിന്തകൾ, അതെല്ലാം നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദൈവത്തിന് പോയി കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാതെ എനിക്ക് മനസ്സിലായി. കുറേ നാൾ ഞാൻ ഒരു വാശി പിടിച്ചൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ ലൈഫിലുള്ള ഓരോ ചാലഞ്ചസിനും, എൻ്റെ ലൈഫിലുള്ള ഓരോ വിഷമങ്ങൾക്കും ഞാൻ ഇപ്പോൾ ഗ്രേറ്റ്ഫുള്ളാണ്. കാരണം ഇതൊക്കെ എന്നെ കുറേയും കൂടെ സ്ട്രോങ് ആക്കി, കുറേയും കൂടെ വിസ്ഡം എനിക്ക് കിട്ടി. എനിക്ക് കുറച്ചും കൂടെ ഞാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വന്നു പോയപ്പോഴും അന്നൊക്കെ ഒരുപാട് വിഷമിച്ചു. പക്ഷെ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അതെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ സെൽഫിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങിയത്, എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്, എന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇങ്ങനെ അല്ല ജീവിക്കേണ്ടത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും ഞാനിപ്പോൾ നല്ലതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ വളരെ സംതൃപ്തിയോടെയാണ് അവസാനിപ്പിക്കുന്നത്. ഞാനിന്ന് കുറേ സംസാരിച്ചു. എന്നാണല്ലോ എൻ്റെ ഒരു ജേർണി ഡോക്യുമെൻ്റ് ആണല്ലോ. എനിക്ക് സംസാരിക്കാൻ തോന്നിയ, മനസ്സിൽ തോന്നിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ്. ഇത് ആര് കണ്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എനിക്ക് കാണാമല്ലോ. സോ ഐ എം സോ പ്രൗഡ് ഓഫ് യു അലീഷ. നീ ഇന്ന് അടിപൊളിയായിട്ട് നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് നീ കാണിക്കുന്ന ധൈര്യത്തിന് ഞാൻ ഒരുപാട് നിന്നെ ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ ലവ് യു ആൻഡ് ടേക്ക് കെയർ മൈ ഡിയർ അലീഷ. സോ എന്നെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു ജീനിയസ് ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും പവറുണ്ട്. നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അതെല്ലാം പുറത്ത് വരിക. സോ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം
നിങ്ങൾ നല്ലൊരു സ്പേസിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു തരും, പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ വേദനയിലാണെങ്കിൽ ഐ എം സെൻഡിങ് യു സോ മച്ച് ലവ് ആൻഡ് പ്രേയേഴ്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബൈ. നാളെ കാണാം.